ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. നമ്മൾ ഏർണിങ്സ് പെർ ഷെയറിൽ റൈറ്റ് ഷെയർസ് വരുമ്പോൾ എങ്ങനെ പ്രോബ്ലം ചെയ്യും അതാണ് പഠിക്കാൻ പോകുന്നത്. സോ നമ്മൾ ബേസിക്സ് നോക്കി, EPS എന്താണ്, അതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നുള്ള കാര്യങ്ങൾ, വെയിൻസ് നോക്കി, വെയ്റ്റഡ് ആവറേജ് നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നുള്ളത്, പിന്നെ നമ്മൾ എന്തും കൂടെ നോക്കി ബോണസ് ഷെയർ വരുമ്പോൾ. ഇതേപോലെ വേറൊരു കേസാണ് റൈറ്റ് ഷെയർസ് വരുമ്പോൾ നമ്മൾ എങ്ങനെ EPS കാൽക്കുലേറ്റ് ചെയ്യും. സോ എന്താണ് ഈ റൈറ്റ് ഷെയർ? ഈ ബോണസ് ഷെയറുമായി ഏതാണ്ട് ഒരു സാമ്യമുള്ള സംഭവമാണ് ഈ റൈറ്റ് ഷെയർ. അപ്പോൾ നമുക്ക് നമ്മുടെ ആ റേഷൻ കടയുടെ തന്നെ എക്സാമ്പിൾ നോക്കാം. ഈ കോവിഡ് ടൈമിൽ നമുക്ക് എല്ലാവർക്കും ഫ്രീ ആയിട്ട് കിട്ടി അവിടെ കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. അതുപോലെയാണ് ഈ ബോണസ് ഷെയർ. ബോണസ് ഷെയർ പറഞ്ഞാൽ നിലവിലെ എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സ്, എല്ലാവർക്കും അല്ല കേട്ടോ, എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് ഒരു കമ്പനി ഫ്രീ ആയിട്ട് ഷെയർസ് കൊടുക്കുന്നതാണ് ബോണസ് ഷെയർ. ഈ റേഷൻ കടയിൽ ഈ കോവിഡ് അല്ലാത്ത ടൈമിൽ നമ്മൾ പോകുമ്പോൾ എന്താണ്, വളരെ റേറ്റ് കുറഞ്ഞിട്ട് നമ്മൾ വാങ്ങിക്കും അല്ലേ. മാർക്കറ്റിൽ 40-50 അരി വെക്കുമ്പോൾ നമ്മൾ 9 രൂപയ്ക്ക് 6 രൂപയ്ക്കൊക്കെ വാങ്ങിക്കും. പഞ്ചസാര വാങ്ങിക്കും, ഗോതമ്പ് വാങ്ങിക്കും. സോ കാശ് കൊടുക്കുന്നുണ്ട്, ബട്ട് എന്താ, സബ്സിഡൈസ്ഡ് റേറ്റ് കുറവാണ്. അതുപോലെയാണ് റൈറ്റ് ഷെയർ. ഈ കോവിഡ് ടൈമിൽ കിറ്റ് പോലെയാണ് ബോണസ് ഷെയർ എങ്കിൽ റൈറ്റ് ഷെയർ എന്ന് പറയുന്നത് ഈ സബ്സിഡൈസ്ഡ് റേറ്റ്. റൈറ്റ് ഷെയർ പറയുമ്പോൾ ഒരു കമ്പനി ആർക്കാണ് കൊടുക്കുക? എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന്. കാശ് വാങ്ങിക്കും, ഫ്രീ അല്ല, പക്ഷെ മാർക്കറ്റ് റേറ്റിനേക്കാളും കുറവായിരിക്കും. പക്ഷെ എന്താണ് മാർക്കറ്റ് റേറ്റ്? അപ്പോൾ റൈറ്റ് ഷെയർ പറഞ്ഞാൽ എന്താ, ഇഷ്യൂ ഓഫ് ഷെയർസ് ബൈ എ കമ്പനി to their existing shareholders at a rate lower than the market rate. Bonus share പറഞ്ഞാൽ issue shares by a company to their existing shareholders for free. അപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു കമ്പനി 10,000 ഷെയർസ് ഇഷ്യൂ ചെയ്തു. 10,000 ഷെയർസ് ഇഷ്യൂ ചെയ്തു. റൈറ്റ് ഷെയർസ് ആണ് 40 രൂപയ്ക്ക്. ഓക്കെ, 40 രൂപയ്ക്ക് ഇഷ്യൂ ചെയ്തു. അപ്പോൾ കാശുണ്ടോ? ഉണ്ട്. മാർക്കറ്റ് പ്രൈസ്, ഈ ഷെയറിൻ്റെ മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത് 50 രൂപയാണ്. മാർക്കറ്റിൽ ഇതിൻ്റെ റേറ്റ് 50 പക്ഷേ എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് കമ്പനി എന്താണ്, കുറഞ്ഞ റേറ്റിൽ ഇഷ്യൂ ചെയ്തു. എത്ര ക്യാഷ് ചെയ്ത്? 40 രൂപയ്ക്ക് ഇഷ്യൂ. അപ്പോൾ ഇതാണ് റൈറ്റ് ഷെയർ. അപ്പോൾ ഇതിൽ ഞാൻ പറയുകയാണെങ്കിൽ ഹിഡൻ ആയിട്ടൊരു ബോണസ് ഷെയർ ഉണ്ട്. എന്തുണ്ട്? ഹിഡൻ ആയി ബോണസ് ഷെയർ. എന്താ സംഭവം? ഈ 10,000 ഷെയർ 40 രൂപയ്ക്ക് ഇഷ്യൂ ചെയ്താൽ കമ്പനിക്ക് എത്ര രൂപ കാശ് കിട്ടും? 4 ലക്ഷം. ഇതേ 4 ലക്ഷം, ഇവിടെ കാശ് കുറവിനാണ് വെക്കണം, ഫ്രീ അല്ല. ഇതേ 4 ലക്ഷം മാർക്കറ്റ് റേറ്റിൽ ഇഷ്യൂ ചെയ്യണമെങ്കിൽ എത്ര ഷെയർ മതി? ഈ 4 ലക്ഷം കിട്ടാൻ മാർക്കറ്റ് റേറ്റായ 50 രൂപയ്ക്കാണ് ഇഷ്യൂ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ എത്ര ഷെയർ ഇഷ്യൂ ചെയ്താൽ മതി? 8,000 ഷെയർ ഇഷ്യൂ ചെയ്താൽ മതി. എത്ര ഷെയർ ഇഷ്യൂ ചെയ്താൽ മതി? 8,000 ഷെയർ. അപ്പോൾ എനിക്കിങ്ങനെ പറഞ്ഞൂടെ, നിങ്ങൾക്ക് തരുന്ന 10,000 ഷെയറിൽ 8,000 ഷെയർ കമ്പനി മാർക്കറ്റ് റേറ്റായ 50 രൂപയ്ക്ക് ഇഷ്യൂ ചെയ്യുന്നു, 2,000 ഷെയർ ഫ്രീ ആയിട്ട് ഇഷ്യൂ. അങ്ങനെയാണ് നിങ്ങളുടെ നിന്ന് 4 ലക്ഷം. പക്ഷെ നിങ്ങൾ കാണുമ്പോൾ എന്താ, 10,000 ഷെയർ 40 രൂപയ്ക്ക് 4 ലക്ഷം. പക്ഷേ ഇതേ ഷെയർ വരും മാർക്കറ്റിൽ ഇഷ്യൂ ചെയ്യണമെങ്കിൽ, മാർക്കറ്റ് റേറ്റ് എത്ര? 50 രൂപ. മാർക്കറ്റിലാണ് ഇഷ്യൂ ചെയ്യുന്നതെങ്കിൽ ഈ 50 രൂപയ്ക്ക് ഇഷ്യൂ ചെയ്യണമെങ്കിൽ എത്ര ഷെയർ ഇഷ്യൂ ചെയ്താൽ മതി? 10,000 വേണ്ട, 8,000 മതി. അപ്പം നിങ്ങൾക്ക് സത്യം പറഞ്ഞാൽ കുറഞ്ഞ റേറ്റിലല്ല തരുന്നത്. 8,000 ഷെയർ മാർക്കറ്റ് റേറ്റായ 50 തന്നെ തന്നു, ബാക്കി 2,000 ഷെയർ ഫ്രീ ആയിട്ട് തന്നു. അപ്പോൾ ഈ 2,000 ഷെയർ, ഇതിനെയാണ് നമ്മൾ എന്ത് പറയുക? ഹിഡൻ ബോണസ്. ഹിഡൻ ആയിട്ട് ഇതിൻ്റെ ഉള്ളിൽ എന്തുണ്ട്? ബോണസ് ഷെയർ. നമ്മൾ കാണുമ്പോൾ കുറഞ്ഞ റേറ്റാണ്, പക്ഷേ ഈ ഒരു അപ്രോച്ചിലേക്കാണ്. 10,000 ഷെയർ 40 രൂപ എന്ന് ചിന്തിക്കേണ്ട, 10 രൂപ കുറവെന്ന് ചിന്തിക്കേണ്ട. 8,000 ഷെയർ ഫുൾ റേറ്റായ 50 തന്നെ തന്നു, 2,000 ഷെയർ ഫുള്ള് ഫ്രീ ആയി തന്നു. അപ്പോൾ 8,000 × 50 4 ലക്ഷം മാർക്കറ്റ് റേറ്റിലാണെങ്കിൽ, എന്നിട്ട് 2,000 ഷെയർ ഫ്രീ ആയി തന്നു. ശരിക്കും 10,000 × 40 4 ലക്ഷം കിട്ടും. പക്ഷേ അതേ 4 ലക്ഷം മാർക്കറ്റ് റേറ്റായ 50 ഇഷ്യൂ ചെയ്യുകയാണെങ്കിൽ എത്ര ഷെയർ ഇഷ്യൂ ചെയ്താൽ മതി? 8,000 ഷെയർ. പക്ഷെ നിങ്ങൾക്ക് എത്ര ഇഷ്യൂ ചെയ്യണു? 10,000 ഷെയർ. സോ നിങ്ങൾക്ക് 8,000 ഷെയർ മാർക്കറ്റ് റേറ്റായ 4 ലക്ഷം വാങ്ങിക്കുകയും 2,000 ഷെയർ ഫ്രീ ആയി തരികയും ചെയ്തു. ഫ്രീ പറഞ്ഞാൽ ബോണസ് ഷെയർ. ബോണസ് ഷെയർ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പഠിച്ചു. എന്താ, ബോണസ് ഷെയർ ചെയ്യുമ്പോൾ കമ്പനിക്ക് കാശ് കിട്ടുന്നില്ല. അപ്പോൾ ഇക്കൊല്ലം മാത്രം എടുത്താൽ ഇക്കൊല്ലത്തെ നമ്പർ ഓഫ് ഷെയർ കൂടി ഇക്കൊല്ലത്തെ EPS കുറയും. അപ്പോൾ ബാലൻസ് ചെയ്യാൻ എന്ത് ചെയ്യണം? കഴിഞ്ഞ കൊല്ലം തുടക്കം തൊട്ട് തന്നെ എന്തുണ്ട്? ബോണസ് ഷെയർ ഉണ്ട്. അപ്പോൾ ഈ 2,000 കഴിഞ്ഞ കൊല്ലം തുടക്കം തൊട്ട് തന്നെ എടുക്കണം, ഇക്കൊല്ലം മാത്രം എടുത്താൽ പോലെ. ഈ 8,000 ഓക്കെ, അത് കാശ് കിട്ടിയതാണ്, ഇക്കൊല്ലം എടുത്താൽ മതി. പക്ഷേ ബോണസ് ഷെയർ ഈ 2,000 EPS കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? പ്രീവിയസ് ഇയർ ബിഗിനിങ് തൊട്ട് എടുക്കണം. അപ്പോൾ ഇത് നമ്മൾ ഈ ചെയ്യുന്നതിന് പകരം അതിനൊരു ഫോർമുല ഉണ്ട്. നമ്മൾ ഈ റൈറ്റ് ഫാക്ടർ എന്ന് പറയും. എന്താ പറയുക? റൈറ്റ് ഫാക്ടർ. അത് കണ്ടുപിടിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും? ചെയ്യുമ്പോൾ തന്നെ ഓൾറെഡി ഈ 2,000 ബോണസ് എന്ത് ചെയ്യും? പ്രീവിയസ് ഇയർ തൊട്ട് വന്നോളൂ. ലോജിക്ക് മനസ്സിലായല്ലോ? റൈറ്റ് ഷെയർ പറഞ്ഞാൽ എന്താ, എംബഡഡ്, അതിൻ്റെ ഉള്ളിൽ എന്തുണ്ട്? ഹിഡൻ ബോണസ് ഷെയർ ഉണ്ട്. കാണുമ്പോൾ ഫ്രീ അല്ല. 10,000 ഷെയർ 40 രൂപയ്ക്ക്, മാർക്കറ്റ് റേറ്റ് 50 രൂപ. ശരിക്കും എന്താ, 8,000 ഷെയർ മാർക്കറ്റ് റേറ്റിന് നിങ്ങൾ വിൽക്കുകയും ബാക്കി 2,000 ഷെയർ ഫ്രീ ആയിട്ടാണ് തരുന്നത്. സോ അവിടെ 2,000 ഷെയർ ബോണസ് ഷെയർ. ബോണസ് ഷെയർ പറഞ്ഞാൽ എന്ത് ചെയ്യണം? കഴിഞ്ഞ കൊല്ലം തൊട്ട് എന്ത് ചെയ്യണം?
തുടക്കം തൊട്ട് എടുക്കണം. അപ്പോൾ EPS കഴിഞ്ഞ കാലത്ത് നമ്മൾ റീകാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ ഇതെല്ലാം വരാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നൊരു ഐറ്റമാണ് എന്ത് റൈറ്റ് ഫാക്ടർ പറയും. അപ്പോൾ എങ്ങനെ നമ്മളത് കാൽക്കുലേറ്റ് ചെയ്യും, എങ്ങനെ ചെയ്യും, നമുക്ക് എന്ത് ചെയ്യാം, ഒരു പ്രോബ്ലം എടുത്ത് നോക്കാം, നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഓക്കെ, അതുപോലെ ഒരു പ്രോബ്ലം നിങ്ങൾ എന്ത് ചെയ്യുക, സെൽഫായിട്ട് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻസിൻ്റെ ഫയലിലേക്ക് പോവുകയാണെങ്കിൽ ക്വസ്റ്റ്യൻ നമ്പർ 11 10 നിങ്ങൾ സെൽഫായി ട്രൈ ചെയ്യുക. ക്വസ്റ്റ്യൻ നമ്പർ 11 സിമിലർ ആയ ക്വസ്റ്റ്യൻ ആണ്. 10 നിങ്ങൾ സെൽഫായി ട്രൈ ചെയ്യുക. അപ്പോൾ ഇവിടെ നോക്കൂ, നെറ്റ് പ്രോഫിറ്റ് ഫോർ ദ ഇയർ 2021 2021 പ്രോഫിറ്റ് 11 ലക്ഷം. നെറ്റ് പ്രോഫിറ്റ് ഫോർ ദ ഇയർ 2022 15 ലക്ഷം. നമ്പർ ഓഫ് ഷെയർ പ്രയർ ടു റൈറ്റ് ഇഷ്യൂ നടക്കുന്നതിന് മുന്നേ, റൈറ്റ് ഷെയർ ഇഷ്യൂ ചെയ്യുന്നതിന് മുന്നേ ഈ കമ്പനിയിൽ എത്ര ഷെയർ ഉണ്ട്, 5 ലക്ഷം ഷെയർ ഉണ്ട്. റൈറ്റ് ഇഷ്യൂ പ്രൈസ്, കമ്പനി റൈറ്റ് ഷെയർ എത്ര രൂപയ്ക്ക് ഇഷ്യൂ ചെയ്യണം, 15 രൂപ. ഓക്കെ, ലാസ്റ്റ് ഡേറ്റ് എക്സൈസ് റേറ്റ്, എന്നാൽ റൈറ്റ് ഷെയർ വാങ്ങിക്കേണ്ടത് മാർച്ച് 1-ാം തീയതി. അതിൻ്റെ ഉള്ളിൽ റൈറ്റ് ഷെയർ വാങ്ങിക്കണവർക്ക് വാങ്ങിക്കാം. റൈറ്റ് ഇഷ്യൂ ഈസ് 1 ന്യൂ ഷെയർ ഫോർ ഈച്ച് 5 ഷെയർ ഔട്ട്സ്റ്റാൻഡിങ്. കമ്പനിയിൽ നിലവിലുള്ള ഓരോ 5 ഷെയറിനും ഒരു റൈറ്റ് ഷെയർ തരും. ഇപ്പോൾ കമ്പനിയിൽ നിലവിൽ 5 ലക്ഷം ഷെയർ ഉണ്ട്. സോ 1 ലക്ഷം ഷെയർ റൈറ്റ് ഷെയർ ആയിട്ട് ഇഷ്യൂ, 1 ലക്ഷം ഷെയർ റൈറ്റ് ഷെയർ ആയിട്ട് ഇഷ്യൂ. ഫെയർ വാല്യൂ ഓഫ് 1 ഇക്വിറ്റി ഷെയർ ഇമ്മീഡിയറ്റ്ലി പ്രയർ ടു റൈറ്റ് ഇഷ്യൂ. ഫെയർ വാല്യൂ പറഞ്ഞാൽ മാർക്കറ്റ് വാല്യൂ. ഈ റൈറ്റ് ഇഷ്യൂ ചെയ്യുന്നതിന് മുന്നേ മാർക്കറ്റ് വാല്യൂ എത്രയാണ്, 21 രൂപ. കമ്പ്യൂട്ട് ബേസിക് ഏർണിങ്സ് പെർ ഷെയർ, EPS ആണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് സ്ട്രക്ചേർഡ് ആയിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പോവാം. അപ്പോൾ റൈറ്റ് ഷെയർ പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ ഞാൻ ഈ എക്സാമ്പിളിൽ തന്നെ കാണിച്ചു, ഹിഡൻ ആയിട്ട് എന്തുണ്ട്, ബോണസ് ഷെയർ ഉണ്ട്. ഇവിടെ 10,000 ഷെയർ 40 അല്ല, 8,000 ഷെയർ മാർക്കറ്റ് റേറ്റായ 50, 2,000 ഷെയർ ബോണസ്. ഈ ബോണസ് കഴിഞ്ഞ കൊല്ലം തുടക്കം തൊട്ട് എടുക്കണം. അത് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഐറ്റമാണ് എന്ത്, റൈറ്റ് ഫാക്ടർ. അപ്പോൾ നമ്മൾ ആദ്യം അത് എന്ത് ചെയ്യണം, അത് കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മുടെ ഇതേതാണ് ക്വസ്റ്റ്യൻ നമ്പർ 11. ക്വസ്റ്റ്യൻ നമ്പർ 11. അപ്പോൾ ഈ കമ്പനിയിൽ നമ്പർ ഓഫ് എക്സിസ്റ്റിംഗ് ഷെയർസ് എത്ര ഷെയറാണ് ഉള്ളത്, 5 lakhs. നമ്പർ ഓഫ് റൈറ്റ് ഷെയർസ്, എത്ര റൈറ്റ് ഷെയർ ഇഷ്യൂ ചെയ്തു, നിലവിലുള്ള ഓരോ 5 ഷെയറിനും 1 ഷെയർ. സോ നിലവിൽ 5 ലക്ഷം ഷെയർ ഉണ്ട്, ഇൻറ്റു 1/5, അതായത് 1 ലക്ഷം ഷെയർ ഇഷ്യൂ. ഇനി റൈറ്റ് ഇഷ്യൂ പ്രൈസ്, ഈ റൈറ്റ് ഷെയർ എത്ര രൂപയ്ക്ക് ഇഷ്യൂ ചെയ്യുന്നത്, മാർക്കറ്റിലുള്ള റേറ്റിനേക്കാൾ കുറവാണ്. 15 കണ്ട മാർക്കറ്റിൽ എത്രയാണ് ഷെയറിൻ്റെ വാല്യൂ, 21 രൂപ. റൈറ്റ് ഇഷ്യൂ എന്ന ദിവസം മാർക്കറ്റ് വാല്യൂ 21, പക്ഷേ റൈറ്റ് ഇഷ്യൂ പ്രൈസ് 15, കുറഞ്ഞ വിലയിലാണ് വെക്കുന്നത്. സോ ഇത് കുറഞ്ഞ വിലയിലല്ല വെക്കുന്നത്, എന്തുണ്ട്, ഹിഡൻ ബോണസ്. ആ ബോണസ് കഴിഞ്ഞ കൊല്ലം തൊട്ട് തന്നെ എടുക്കണം. അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഐറ്റമാണ് എന്ത്, റൈറ്റ് ഫാക്ടർ. സോ റൈറ്റ് ഇഷ്യൂ പ്രൈസ് 15 അല്ലേ. മാർക്കറ്റ് പ്രൈസ് ബിഫോർ റൈറ്റ് ഇഷ്യൂ, റൈറ്റ് ഇഷ്യൂ ചെയ്യുന്നതിന് മുന്നേ നമ്മുടെ മാർക്കറ്റിൽ 21 രൂപയ്ക്കാണ് നമ്മുടെ ഷെയർ വിറ്റുകൊണ്ടിരുന്നത്. നമ്മൾ എത്ര രൂപയ്ക്കാണ് എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുന്നത്, 15. സോ മാർക്കറ്റ് റേറ്റിനേക്കാളും കുറവ് അല്ലേ. റേഷൻ കടയിൽ മാർക്കറ്റ് റേറ്റിൽ 40-50 ഉള്ള അരിയാണ് നമ്മൾ 9 രൂപയ്ക്കും 12 രൂപയ്ക്കൊക്കെ വാങ്ങിക്കുന്നത്. അതേപോലെ ഇവിടെ എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് കുറഞ്ഞ റേറ്റിൽ ഇഷ്യൂ ചെയ്യുന്നുണ്ട്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, റൈറ്റ് ഷെയർ. അപ്പോൾ ഈ കുറഞ്ഞ റേറ്റിനുള്ളിൽ ഹിഡനായിട്ട് എന്തുണ്ട്, ബോണസ് ഉണ്ട്. ആ ബോണസ് കഴിഞ്ഞ കൊല്ലം തുടക്കം തൊട്ട് എടുക്കണം. അതിന് വേണ്ടി നമ്മൾ എന്ത് പിടിക്കണം, റൈറ്റ് ഫാക്ടർ. അപ്പോൾ റൈറ്റ് ഫാക്ടർ കണ്ടുപിടിക്കാനാണ് നമ്മളടുത്ത് പോകുന്നത്. അപ്പോൾ റൈറ്റ് ഫാക്ടർ കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ ആദ്യം എന്ത് കണ്ടുപിടിക്കും, തിയററ്റിക്കൽ എക്സ് റൈറ്റ് പ്രൈസ്, തിയററ്റിക്കൽ എക്സ് റൈറ്റ് ഫെയർ വാല്യൂ അല്ലെങ്കിൽ തിയററ്റിക്കൽ എക്സ് റൈറ്റ് പ്രൈസ്. അപ്പോൾ എന്താണ് സാർ ഈ തിയററ്റിക്കൽ എക്സ് റൈറ്റ് പ്രൈസ്? ഒന്നുമില്ല, ഒരു ഷെയറിൻ്റെ ഇപ്പോഴത്തെ വാല്യൂ. അതെങ്ങനെ കണ്ടുപിടിക്കുക, മാർക്കറ്റ് വാല്യൂ ഓഫ് എക്സിസ്റ്റിംഗ് ഷെയർസ്, നിലവിലുള്ള ഷെയറിൻ്റെ വാല്യൂ പ്ലസ് പ്രൊസീഡ്സ് ഓഫ് റൈറ്റ് ഷെയർ, റൈറ്റ് ഷെയറിന് കിട്ടുന്ന കാശ്. ഇപ്പം നിലവിലുള്ള ഷെയറിൻ്റെ വാല്യൂ പുതിയതായിട്ട് ഇഷ്യൂ ചെയ്ത ഷെയറിൻ്റെ വാല്യൂ, ഇത് രണ്ടും കൂടെ ആഡ് ചെയ്ത് എന്തായി, ടോട്ടൽ ഷെയറിൻ്റെ വാല്യൂ ഡിവൈഡഡ് ബൈ എന്താണ്, എക്സിസ്റ്റിംഗ് ഷെയർസ് പ്ലസ് റൈറ്റ് ഷെയർസ്. നിലവിലുള്ള ഷെയറും റൈറ്റ് ഷെയർ ആഡ് ചെയ്ത്, ഇതിന് ലോജിക്ക് ഇത്രയേ ഉള്ളൂ. നിലവിലുള്ള ഷെയറിൻ്റെ വാല്യൂ എത്രയും നോക്കുക, പുതിയതായി ഇഷ്യൂ ചെയ്യുന്ന റൈറ്റ് ഷെയറിൻ്റെ വാല്യൂ എത്രയും നോക്കുക. ഇത് രണ്ട് ആഡ് ചെയ്താൽ കമ്പനിയുടെ മൊത്തം ഷെയറിൻ്റെ വാല്യൂ കിട്ടും. ഡിവൈഡഡ് ബൈ മൊത്തം നമ്പർ ഓഫ് ഷെയർ ചെയ്താൽ ഒരു ഷെയറിൻ്റെ വാല്യൂ കിട്ടും. നിങ്ങൾ ഈ മാർക്കിൻ്റെ ആവറേജ് കണ്ടുപിടിക്കില്ലേ,
മാത്സിൽ 70 മാർക്ക്, അക്കൗണ്ട്സിൽ 80 മാർക്ക്. എന്ത് ചെയ്യും? 70 80 ആഡ് ചെയ്യും, 180. ടോട്ടൽ മാർക്ക് ഡിവൈഡ് ബൈ നമ്പർ ഓഫ് സബ്ജക്റ്റ് 2. സോ ഒരു സബ്ജക്റ്റിൻ്റെ 2 സബ്ജക്റ്റ്, സോ 180/2 75. അതേപോലെ എക്സിസ്റ്റിംഗ് ഷെയറിൻ്റെ വാല്യൂ, പുതിയതായി ചെയ്യുന്ന റൈറ്റ് ഷെയറിൻ്റെ വാല്യൂ, ഇത് 2 ആഡ് ചെയ്താൽ മൊത്തം ഷെയറിൻ്റെ വാല്യൂ. മാത്സിൻ്റെ മാർക്ക് അക്കൗണ്ട്സിൻ്റെ മാർക്ക് ആഡ് ചെയ്തപോലെ ഡിവൈഡ് ബൈ നമ്പർ ഓഫ് സബ്ജക്റ്റ് ഇതുമില്ലേ, അതുപോലെ ഡിവൈഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഷെയർ. നിലവിലുള്ള ഷെയർ റൈറ്റ് ഷെയർ ആഡ് ചെയ്താൽ ടോട്ടൽ നമ്പർ ഓഫ് ഷെയർ ആയി. അപ്പോൾ ടോട്ടൽ വാല്യൂ ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഷെയർ ചെയ്താൽ ഒരു ഷെയറിൻ്റെ വാല്യൂ കിട്ടും. അതിനെയാണ് തിയററ്റിക്കൽ എക്സ് റൈറ്റ് പ്രൈസ് എന്ന് പറയും. അപ്പം നിലവിൽ നമ്മുടെ കയ്യിൽ എത്ര ഷെയർ ഉണ്ട്? റൈറ്റ് ഇഷ്യൂവിന് മുന്നേ 5 ലക്ഷം ഷെയർ ഉണ്ട് അല്ലേ? നിലവിൽ നോക്കുക ഈ പോയിന്റ്, നമ്പർ ഓഫ് എക്സിസ്റ്റിംഗ് ഷെയർ, സോറി ഇത് നിലവിൽ എത്ര ഷെയർ ഉള്ളത്? 5 ലക്ഷം ഷെയർ. ഒരു ഷെയറിൻ്റെ മാർക്കറ്റിൽ എത്രയാണ് വാല്യൂ? 21 രൂപ. ഇതാണ് നിലവിലുള്ള ഷെയറിൻ്റെ വാല്യൂ. പ്ലസ് നമ്മൾ പുതിയതായിട്ട് എന്ത് ചെയ്തു? റൈറ്റ് ഇഷ്യൂ ചെയ്തു മാർക്കറ്റിൽ. എത്ര ഷെയറാണ് മാർക്കറ്റിൽ റൈറ്റ് ഇഷ്യൂ ചെയ്തത്? ഇത് എത്ര ഷെയർ ഇഷ്യൂ ചെയ്തു? 1 ലക്ഷം. ഒരു ഷെയർ എത്ര രൂപയ്ക്ക് ഇഷ്യൂ ചെയ്ത്? റൈറ്റ് ഇഷ്യൂ 15. സോ 1 ലക്ഷം ഷെയർ 15 രൂപയ്ക്ക് ഇഷ്യൂ ചെയ്തു. സോ അതിൻ്റെ വാല്യൂ ആഡ് ചെയ്യാം. 1 ലക്ഷം ഷെയർ 15 രൂപയ്ക്ക് ഇഷ്യൂ. സോ നിലവിലുള്ള ഷെയറിൻ്റെ വാല്യൂ ആയി, പുതിയതായി ഇഷ്യൂ ചെയ്ത ഷെയറിൻ്റെ വാല്യൂ. ഇതും കൂടെ രണ്ടും കൂടെ ആഡ് ചെയ്ത് എന്താണ്? ടോട്ടൽ ഷെയറിൻ്റെ വാല്യൂ. അക്കൗണ്ട്സിൻ്റെ മാർക്കും മാത്സിൻ്റെ മാർക്ക് ആഡ് ചെയ്തതുപോലെ ടോട്ടൽ മാർക്ക് പോലെ ടോട്ടൽ ഷെയറിൻ്റെ വാല്യൂ ഡിവൈഡ് ബൈ ആവറേജ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യും? നമ്പർ ഓഫ് സബ്ജക്ട്സ് ചെയ്യും അല്ലേ? 2 സബ്ജക്റ്റ് ആണെങ്കിൽ 2, +2 ആകുമ്പോൾ നമ്മൾ 6 സബ്ജക്റ്റ് 6 വെച്ച് ഡിവൈഡ് ചെയ്യും. 10ാം ക്ലാസ് ആണെങ്കിൽ 10 സബ്ജക്റ്റ് 10 വെച്ച് ഡിവൈഡ് ചെയ്യും. അതുപോലെ ഇവിടെ എന്താണ്? നമുക്ക് എത്ര ഷെയർ ഉണ്ട് എന്നുള്ളത് നോക്കും. അപ്പോൾ എക്സിസ്റ്റിംഗ് ഷെയർ നമ്മുടെ നിലവിൽ എത്ര ഷെയർ ഉണ്ട്? 5 ലക്ഷം. റൈറ്റ് ഷെയർ എത്രയാണ്? 1 ലക്ഷം. സോ മേലെ ന്യൂമറേറ്റർ മൊത്തം ഷെയറിൻ്റെ വാല്യൂ, താഴെ മൊത്തം ഷെയർ. ഇപ്പോൾ ഒരു ഷെയറിന് കിട്ടും. സോ എത്രയാണ് വരിക? 5 ലക്ഷം ഇൻറ്റു 21. 5 ലക്ഷം ഇൻറ്റു 20 അല്ലേ? 5 ലക്ഷം ഇൻറ്റു 21, 1 കോടി 5 ലക്ഷം. പ്ലസ് 1 ലക്ഷം ഇൻറ്റു 15, 15 ലക്ഷം അല്ലേ? 15 ലക്ഷം ഹോൾ ഡിവൈഡഡ് ബൈ മൊത്തം എത്ര ഷെയർ? 6 ലക്ഷം. സോ 20 രൂപയാണ് ഒരു ഷെയറിൻ്റെ വാല്യൂ. ഇതിനെയാണ് നമ്മൾ എന്താ പറയുക? തിയററ്റിക്കൽ എക്സ് റൈറ്റ് പ്രൈസ്. റൈറ്റ് ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഷെയറിൻ്റെ വാല്യൂ എത്ര? ഇതിനെയാണ് നമ്മൾ തിയററ്റിക്കൽ എക്സ് റൈറ്റ് പ്രൈസ്. കഴിഞ്ഞിട്ടില്ല, നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? റൈറ്റ് ഫാക്ടർ. എന്താ കണ്ടുപിടിക്കാൻ? റൈറ്റ്. എന്തിനാ സാർ ഈ റൈറ്റ് ഫാക്ടർ? ഞാൻ പറഞ്ഞു റൈറ്റ് ഇഷ്യൂൻ്റെ ഉള്ളിൽ ഹിഡൻ ആയിട്ട് എന്തുണ്ട്? ബോണസ് ഷെയർ. മേലത്തെ എക്സാമ്പിൾ ആണെങ്കിൽ 10,000 ഷെയർ 40 രൂപയ്ക്ക് ഇഷ്യൂ ചെയ്യുന്നത്, അങ്ങനെയല്ല. 8,000 ഷെയർ 50 രൂപയ്ക്ക് 2,000 ഷെയർ ഫ്രീ. അപ്പോൾ ആ ഹിഡൻ ആയിട്ട് 2,000 ഷെയർ ഓട്ടോമാറ്റിക്കലി അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഐറ്റമാണ് എന്ത്? റൈറ്റ് ഫാക്ടർ. അതെങ്ങനെ കണ്ടുപിടിക്കുക? മാർക്കറ്റ് വാല്യൂ ബിഫോർ റൈറ്റ് ഇഷ്യൂ. റൈറ്റ് ഇഷ്യൂ ചെയ്യുന്നതിന് മുന്നേയുള്ള മാർക്കറ്റ് വാല്യൂ ഡിവൈഡ് ബൈ ഇപ്പോൾ നമ്മൾ മേലെ കണ്ടുപിടിച്ച തിയററ്റിക്കൽ എക്സ് റൈറ്റ് പ്രൈസ് അല്ലെങ്കിൽ ഫെയർ വാല്യൂ. ഇപ്പോൾ റൈറ്റ് ഇഷ്യൂ ചെയ്യുന്നതിന് മുന്നേ മാർക്കറ്റ് വാല്യൂ എത്ര? 21 ഡിവൈഡ് ബൈ നമ്മുടെ എക്സ് റൈറ്റ് പ്രൈസ് എത്രയാണ്? 20. സോ 21/20 1.05. ഇതിൽ ഈ 0.5 ഇല്ലേ, ഇതാണ് ഈ ബോണസിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ്. 0.5 ആണ് ബോണസിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ്. ഇതിനെയാണ് നമ്മൾ റൈറ്റ് ഫാക്ടർ എന്ന് പറയും. അപ്പോൾ ഇവിടെ ഹിഡൻ ബോണസ് ഉണ്ട് എന്നുള്ള കാര്യം നിങ്ങൾക്ക് വ്യക്തമാണെന്ന് വിചാരിക്കുന്നു. ബോണസ് ഷെയർ വന്നാൽ എന്താ ഇൻഡേഴ്സ് പറയുന്നത്? ഇക്കൊല്ലല്ല കഴിഞ്ഞ കൊല്ലം തുടക്കം തൊട്ട് തന്നെ അത് ഉണ്ട് എന്ന് അസ്യൂം. പക്ഷേ കഴിഞ്ഞ പോലത്തെ EPS ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞ പോലത്തെ FS കാണിച്ചിട്ടുണ്ടാവില്ല. അത് മാറ്റണ്ട. പക്ഷേ ഇക്കൊല്ലത്തെ FS എന്ത് ചെയ്യും? പ്രീവിയസ് ഇയർ കോളം റീകാൽക്കുലേറ്റ് ചെയ്യും. അതുകൊണ്ട് നമ്മൾ അതിനെ എന്ത് വിളിക്കും? അഡ്ജസ്റ്റഡ് EPS. അപ്പോൾ കഴിഞ്ഞ കൊല്ലത്തെ EPS ഇക്കൊല്ലം നമ്മൾ റീകാൽക്കുലേറ്റ് ചെയ്യുന്നതുകൊണ്ട് അതിനെന്ത് വിളിക്കും? അഡ്ജസ്റ്റഡ് EPS 2021. ശരി, എന്താണ് കഴിഞ്ഞ പോലത്തെ പ്രോഫിറ്റ്? ഇതവിടെ തന്നിട്ടുണ്ടല്ലോ. പ്രോഫിറ്റ് എത്ര കഴിഞ്ഞ പോലത്തെ? 11 ലക്ഷം. കഴിഞ്ഞ പോലത്തെ പ്രോഫിറ്റ് 11 ലക്ഷം ഡിവൈഡ് ബൈ കഴിഞ്ഞ പോലെ എത്ര നമ്പർ ഓഫ് ഷെയർ ഉണ്ട്? റൈറ്റ് ഇഷ്യൂ ചെയ്യുന്നതിന് മുന്നേ നമ്മുടെ കമ്പനിയിൽ 5 ലക്ഷം ഷെയർ. പക്ഷേ റൈറ്റ് ഇഷ്യൂവിൻ്റെ ഉള്ളിൽ ഹിഡൻ ആയിട്ട് എന്തുണ്ട്? ബോണസ് ഉണ്ട്. ബോണസ് വന്നത് എന്താ? അസംഷൻ പ്രീവിയസ് ഇയർ ബിഗിനിങ് തൊട്ടുണ്ട്. സാറേ ബോണസ് എത്രയാണെന്ന് അറിയില്ലല്ലോ. അത് അഡ്ജസ്റ്റ് ചെയ്യാനാണ് എന്ത് വരുന്നത്? അത് അഡ്ജസ്റ്റ് ചെയ്യാനാണ് നമ്മൾ എന്ത് ചെയ്യണം? ഈ റൈറ്റ് ഫാക്ടർ മൾട്ടിപ്ലൈ ചെയ്യണം. എന്ത് ചെയ്യണം? ഈ റൈറ്റ് ഫാക്ടർ ഇൻറ്റു 1.05. അപ്പോൾ എത്ര വരും? 11 ലക്ഷം ഡിവൈഡഡ് ബൈ 5 lakh.
ഇൻറ്റു 1.05, 5,25,000. ഈ 25,000 ഹിഡൻ ബോണസ്. ഈ 25,000 ഹിഡൻ ബോണസ്. അത് എന്ന് മുതലേ ഉണ്ടെന്ന് അസ്യൂം ചെയ്യണം, പ്രീവിയസ് ഇയർ ബിഗിനിങ് തൊട്ടുണ്ട്. അപ്പോൾ അത് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് എന്ത് ചെയ്യണം, ഈ റൈറ്റ് ഫാക്ടർ. ഇപ്പം മറ്റേതിൽ ഈ 2,000 രൂപ ബോണസ് ഉണ്ടായിരുന്നില്ലേ, 10,000 ഷെയർ 40 രൂപയ്ക്ക് ഇഷ്യൂ ചെയ്താൽ 4 ലക്ഷം, മാർക്കറ്റ് വാല്യൂ 50 ആണ്. ഈ 4 ലക്ഷം കിട്ടാൻ മാർക്കറ്റ് വാല്യൂ പ്രകാരം ഇഷ്യൂ ചെയ്താൽ 8,000 മതി. സോ 8,000 രൂപ മാർക്കറ്റ് റേറ്റിനും 2,000 രൂപ, 2,000 ഷെയർ ഫ്രീ പറയുന്ന പോലെ ഇവിടെ ആ ഫ്രീ ഷെയർ കണ്ടുപിടിക്കാനാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്, റൈറ്റ് ഫാക്ടർ. അപ്പോൾ ഇവിടെ ആ റൈറ്റ് ഫാക്ടർ 1.05 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കഴിഞ്ഞ പോലെ 5 ലക്ഷം അല്ല 5.25 വന്നില്ല, ആ എക്സ്ട്രാ 25 ബോണസ്. ഇത് കഴിഞ്ഞ കൊല്ലം തുടക്കം തൊട്ട് ഉണ്ട് എന്ന് അസ്യൂം ചെയ്യും. അപ്പോൾ നമ്മൾ എന്ത് ഈ ബോണസ് റീകാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ, EPS റീകാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ 11 lakh ഡിവൈഡ് ബൈ 5,25,000. കഴിഞ്ഞ പോലത്തെ EPS എത്രയാവും, 2.095. കഴിഞ്ഞ പോലത്തെ EPS എത്രയാവും, 2.095. 2.095. ഇതാണ് കഴിഞ്ഞ പോലത്തെ EPS റീകാൽക്കുലേറ്റ്. ഇനി ഇക്കൊല്ലത്തെ EPS ബേസിക് EPS 2022. ഇക്കൊല്ലം എത്രയാണ് നമ്മുടെ പ്രോഫിറ്റ് വരുന്നത്, ഇക്കൊല്ലത്തെ പ്രോഫിറ്റ് 15 ലക്ഷം. പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് 15 ലക്ഷം ഡിവൈഡ് ബൈ, ഇവിടെ ക്യൂമുലേറ്റീവ് മെത്തേഡ് ഉപയോഗിക്കണേ. നമ്മുടെ വർഷം തുടക്കത്തിൽ എത്രയാണ് ഷെയർ ഉള്ളത്, 5 lakhs. വർഷം തുടക്കത്തിൽ എത്ര ഷെയർ ഉണ്ട്, 5 lakhs ഇൻറ്റു നമ്മൾ റൈറ്റ് ഷെയർ എന്നാ ഇഷ്യൂ ചെയ്യണത്, മാർച്ച് 1-ാം തീയതി. കലണ്ടർ ഇയർ ആണ്. സോ മാർച്ച് 1 പറയുമ്പോൾ ജാന് ഫെബ്രുവരി നിങ്ങളുടെ കയ്യിൽ എത്ര ഷെയർ ഉള്ളത്, 5 lakh. മാർച്ച് 1-ാം തീയതി തൊട്ട് എത്ര റൈറ്റ് ഷെയർ ഇഷ്യൂ ചെയ്ത്, 1 ലക്ഷം. സോ മാർച്ച് 1-ാം തീയതി തൊട്ട് 6 ലക്ഷം ഷെയർ. സോ ആദ്യത്തെ 2 മാസം 5 ലക്ഷവും അടുത്ത 10 മാസം 6 ലക്ഷം ഷെയർ. വെയ്റ്റഡ് ആവറേജ് നമ്പർ ഓഫ് ഷെയർ. വെറുതെ ഇയർ എൻഡിൽ നമ്പർ ഓഫ് ഷെയർ എടുക്കാതെ ടൈമും കൂടെ കൺസിഡർ ചെയ്യുക. അത് ലോട്ട് മെത്തേഡ് ഉണ്ട്, ക്യൂമുലേറ്റീവ് ഉണ്ട്. അപ്പോൾ ലോട്ട് മെത്തേഡ് ഓരോ ട്രാൻസാക്ഷനായി നോക്കും. ഇവിടെ എന്താ ടോട്ടൽ, ആദ്യത്തെ 2 മാസം ടോട്ടൽ 5 ലക്ഷം ഷെയർ. കാരണം എപ്പോഴാണ് റൈറ്റ് ഷെയർ 1 ലക്ഷം ഷെയർ ഇഷ്യൂ ചെയ്ത്, മാർച്ച് 1-ാം തീയതി. സോ ആദ്യത്തെ 5 ലക്ഷം എത്ര മാസം, 2 മാസം. പ്ലസ് അടുത്ത 10 മാസം എത്ര ഷെയറാണ്, 6 ലക്ഷം. ഇനി ഇതിൽ ഒരു അഡ്ജസ്റ്റ്മെൻറ്റും കൂടെ ഉണ്ട്. ഞാൻ അത് ഗ്രീൻ കളർ ബ്ലൂ കളറിൽ ചെയ്യാണ്. ഇൻറ്റു 1.05. അതെന്താ ഈ 1.05? ബോണസിൻ്റെ അസംഷൻ എന്താ, ബോണസ് കഴിഞ്ഞ കൊല്ലം തുടക്കം തൊട്ട് തന്നെ ഇഷ്യൂ ചെയ്തു. ഈ ബോണസ് അഡ്ജസ്റ്റ് ചെയ്യാനാണ് നമ്മൾ എന്ത് കണ്ടുപിടിച്ചത്, ഈ പറയുന്ന റൈറ്റ് ഫാക്ടർ. അതുകൊണ്ടാണ് അത് കഴിഞ്ഞ കൊല്ലത്തെ 5 lakh അത് മൾട്ടിപ്ലൈ ചെയ്ത്. അതുപോലെ ഇക്കൊല്ലം തുടക്കത്തിലും, കഴിഞ്ഞ കൊല്ലം തുടക്കത്തിലുണ്ട് പറഞ്ഞാൽ ഇക്കൊല്ലം തുടക്കത്തിലും ഉണ്ട്. സോ ഇക്കൊല്ലം തുടക്കം 5 ലക്ഷം അല്ല, 5,25,000 വരണം. അതുകൊണ്ടാണ് നമ്മൾ എന്ത് മൾട്ടിപ്ലൈ ചെയ്യുന്നത്, ഈ 1.05 മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഈ 6 lakh മൾട്ടിപ്ലൈ ഇല്ലേ, ചെയ്യില്ല. ഈ 6 lakh പറഞ്ഞാൽ 5 ലക്ഷം പഴയതും 1 ലക്ഷം എന്തുണ്ട്, റൈറ്റ് ഷെയർ ഉണ്ട്. ഈ റൈറ്റ് ഷെയറിൻ്റെ ഉള്ളിൽ എന്തുണ്ട്, ബോണസ് ഷെയർ ഉണ്ട്. ഈ 1 lakh റൈറ്റ് ഷെയറിൻ്റെ ഉള്ളിൽ ബോണസും ഉണ്ട്. സോ ഓൾറെഡി ഈ 6 lakh ബോണസ് ഉണ്ട്. അതുകൊണ്ടാണ് വീണ്ടും എന്ത് മൾട്ടിപ്ലൈ ചെയ്യാത്തത്, 1.05. കഴിഞ്ഞ പോലത്തെ 5 lakh ബിഫോർ ബോണസാണ്. ബോണസ് കഴിഞ്ഞ കൊല്ലം തുടക്കം തൊട്ട് വരുത്തണം. അതിന് വേണ്ടിയാണ് ഈ റൈറ്റ് ഫാക്ടറായ 1.05 കഴിഞ്ഞ പോലത്തെ 5 lakh മൾട്ടിപ്ലൈ ചെയ്ത്. ഇക്കൊല്ലം തുടക്കത്തിലുള്ള 5 lakh ബോണസ് ഇല്ല. ബോണസ് കഴിഞ്ഞ കൊല്ലം തുടക്കം തൊട്ടുണ്ട് പറഞ്ഞാൽ ഇക്കൊല്ലം തുടക്കത്തിലും അത് ഉണ്ടാവും. അതുകൊണ്ടാണ് അതിനെയും 1.05 മൾട്ടിപ്ലൈ ചെയ്ത്. ഈ 6 lakh ഓൾറെഡി എന്തുണ്ട്, കഴിഞ്ഞ കൊല്ലത്തിലുള്ള 5 ലക്ഷം ഉണ്ട്. റൈറ്റ് ഷെയർ മൊത്തം 1 lakh ഉണ്ട്. ഈ 1 lakh റൈറ്റ് ഷെയറിൻ്റെ ഉള്ളിലാണ് ബോണസ്, അല്ലാതെ ബോണസ് വേറെയല്ല. ഈ ബോണസ് ഈ 1 lakh റൈറ്റ് ഷെയറിൻ്റെ ഉള്ളിൽ ഓൾറെഡി ഇൻക്ലൂഡഡ്. അതുകൊണ്ടാണ് ഇവിടെ വീണ്ടും എന്ത് ചെയ്യാത്തത്, 1.05 മൾട്ടിപ്ലൈ ചെയ്യാത്തത്. ഓൾറെഡി അത് കവേർഡാണ്. അല്ലാതെ ഇവിടെ വീണ്ടും എന്ത് ചെയ്യരുത്, 1.05 ചെയ്യരുത്. ഇപ്പോൾ ഈ 6 lakh എന്തുണ്ട്, കഴിഞ്ഞ പോലത്തെ 5 lakh ഉണ്ട്, റൈറ്റ് ഷെയർ ഉണ്ട്, ബോണസ് ഷെയർ ഉണ്ട്. ഓക്കെ, എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇക്കൊല്ലത്തെ എന്ത് കാൽക്കുലേറ്റ് ചെയ്യാം, റൈറ്റ് ഷെയർ കാൽക്കുലേറ്റ് ചെയ്യാം. സോ എത്ര വരിക, 15 lakhs പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ ആദ്യം 5 lakh ഇൻറ്റു 1.05 ഇൻറ്റു 2 ഡിവൈഡ് ബൈ 12, 87,500 പ്ലസ് 6 lakh ഇൻറ്റു 10 ഡിവൈഡ് ബൈ 12, 5 lakhs. സോ എത്ര വരും, 15 lakhs ഹോൾ ഡിവൈഡഡ് ബൈ 5,87,500. കേട്ടോ, നമ്മൾ ജസ്റ്റ് ഇയർ എൻഡ് മാത്രം എടുത്താൽ എന്താ, തുടക്കത്തിൽ 5 ലക്ഷം, 1 ലക്ഷം, റൈറ്റ് മൊത്തം 6. ടൈമും കൂടെ കൺസിഡർ ചെയ്യണ കൊണ്ടാണ് 5,87,500 വന്നത്.
സോ 15 lakh ഡിവൈഡ് ബൈ 5 lakh 87,500 2.55. ഇതാണ് ഇക്വലത്തെ EPS. അപ്പോൾ ഇതിൽ ലോജിക്ക് ഇത്രയേ ഉള്ളൂ. റൈറ്റ് ഷെയർ പറഞ്ഞാൽ ഫ്രീ അല്ല, കാണുമ്പോൾ എന്താ കുറഞ്ഞ റേറ്റ്, പക്ഷെ ഉള്ളിൽ എന്താണ് കുറഞ്ഞ റേറ്റ് അല്ല, മാർക്കറ്റ് റേറ്റിൽ കുറച്ചെണ്ണം കൊടുക്കണം, ഫ്രീ ആയി കൊടുക്കണം. ഈ ഫ്രീ പറഞ്ഞാൽ ബോണസാണ്, കഴിഞ്ഞ കൊല്ലം തൊട്ട് എടുക്കണം. അത് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഐറ്റമാണ് റൈറ്റ് ഫാക്ടർ. സോ അത് കഴിഞ്ഞ കൊല്ലത്തിലെടുത്തു, ഇക്കൊല്ലത്തിന് തുടക്കത്തിലും എടുത്തു. പക്ഷേ ആഫ്റ്റർ റൈറ്റ് ഇഷ്യൂകളിൽ എടുക്കരുത്, കാരണം അതിൻ്റെ ഉള്ളിൽ ഓൾറെഡി ബോണസ് ഉണ്ട്. അതുകൊണ്ടാണ് ഈ 6 lakhൽ എടുക്കാത്തത്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്ത് ചെയ്യുക, ഇതേപോലത്തെ പ്രോബ്ലമാണ്, സിമിലർ ആയ ക്വസ്റ്റ്യൻ ആണ് ഈ 10th ക്വസ്റ്റ്യൻ, നിങ്ങളുടെ മെറ്റീരിയലത്തെ ക്വസ്റ്റ്യൻ ആണ്. ഇതെന്ത് ചെയ്യുക, വർക്കൗട്ട് ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ എന്ത് പഠിക്കാം, ഡൈല്യൂട്ടഡ് EPS പഠിക്കാം. താങ്ക് യു.